മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പൊതുതെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ഇന്ത്യ മുന്നണി. മോദിയും അമിത്ഷായും ജൂൺ 4 കഴിയുമ്പോൾ തൊഴിൽ രഹിതരാകുമെന്ന് മല്ലികാർജുൻ ഖാർഗെ പരിഹസിച്ചു. കാറ്റ് മാറി വീശുകയാണെന്ന് മമതാ ബാനർജിയും ലാലു പ്രസാദ് യാദവും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം നാളെയാണ് പരസ്യ പ്രചരണത്തിന്റെ, അതായത് 7 ഘട്ടമായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന്റെ അവസാന ദിവസം നാളെയാണ്. മറ്റന്നാൾ നിശബ്ദ പ്രചരണ ദിവസമാണ്. 1-ാം തീയതിയാണ് അവസാനവട്ട പോളിംഗ് 58 മണ്ഡലങ്ങളിൽ നടക്കുക. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും മാറി മാറി വന്ന നിരവധി വിഷയങ്ങളുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ BJP വളരെ ഈസിയായി അധികാരത്തിലേക്ക് തിരിച്ചു വരും, അധികാരത്തിൽ തുടരും എന്നുള്ള വിവരങ്ങളാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. എങ്കിൽ അവസാന 2-3 ഘട്ടങ്ങളിലെങ്കിലും ഇന്ത്യ മുന്നണി കുറച്ചുകൂടി മുന്നോട്ട് വന്നു. ഇപ്പോൾ അവർ ആത്മവിശ്വാസം അതിൻ്റെ പരകോടിയിലാണ് എന്നുള്ളതാണ്. MG മിഥുൻ, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. കാരണം നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ, മാധ്യമപ്രവർത്തകരോടക്കം സംസാരിക്കുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തുടനീളം സംഭവിച്ചിട്ടുണ്ട്. NDAയും അല്പമൊന്ന് പുറകോട്ട് പോയ പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട്. പക്ഷെ അത് ഒരു അധികാരത്തിലേക്ക് തിരികെ വരുന്ന തലത്തിൽ വർക്ക് ചെയ്യും എന്ന വിശ്വാസം ഏത് തലത്തിലാണ് അവർക്കുണ്ടാകുന്നത്? രഞ്ജിത്ത്, അതിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം, അതായത് ആദ്യ 4 ഘട്ടത്തിലൊന്നും തന്നെ ഇത്രയും അധികം ആത്മവിശ്വാസം ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളൊന്നും തന്നെ വെച്ച് പുലർത്തുകയും ചെയ്തില്ലായിരുന്നു. പക്ഷേ 4 ഘട്ടം പൂർത്തീകരിച്ചതിന് ശേഷം പക്ഷേ അവരുടെ ആത്മവിശ്വാസം അത് വലിയ രീതിയിൽ തന്നെ കൂടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ഒരു 300-ന് മുകളിലേക്ക് ഇന്ത്യ സഖ്യം സീറ്റുകൾ നേടും, അധികാരത്തിൽ തിരിച്ചെത്തുമെന്നുള്ളൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ജൂൺ 1-ന് ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാ നേതാക്കളെയും വെച്ചു പുലർത്തുന്ന ഒരു നിർണായകമായ യോഗം വരെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. 7-ാം ഘട്ടം പൂർത്തിയായ ശേഷം അന്ന് രാത്രി 7 മണിക്ക് ഡൽഹിയിൽ വെച്ചാണ് ഈ യോഗം ചേരുകയും ചെയ്യുന്നത്. ആ യോഗത്തിന്റെ പ്രധാന അജണ്ട തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യ സഖ്യത്തിലെ എന്നുള്ള ചർച്ചകളാണ് അതിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ മന്ത്രിസഭ വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ ആർക്കൊക്കെ തന്നെ അംഗത്വം നൽകണം, ഒപ്പം തന്നെ പ്രാതിനിധ്യം നൽകണം, ഏതൊക്കെ പാർട്ടിക്ക് മുൻഗണന നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ അവർ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ്, ആദ്യഘട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ ആത്മവിശ്വാസമായിരുന്നു. 400 മുകളിൽ സീറ്റ് NDA നേടുമെന്നുള്ളൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ആദ്യ 3 ഘട്ടങ്ങളിലെ ആ ഒരു പോളിംഗ് ശതമാനത്തിലെ കുറവൊക്കെ വന്നപ്പോൾ തന്നെ അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത്തരത്തിൽ 400 സീറ്റുകൾ നേടുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം പിന്നീട് നടത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 4 ഘട്ടം കഴിഞ്ഞപ്പോൾ NDAയും സമാനമായ രീതിയിലേക്ക് തന്നെ പോകുന്നു. അതായത് 400 സീറ്റിന് മുകളിൽ എന്തായാലും NDA സഖ്യത്തിനുണ്ടാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ വെച്ചു പുലർത്തുന്നു. അതേ രീതിയിൽ തന്നെ മറ്റു നേതാക്കളും അതേ രീതിയിലുള്ള പ്രതികരണം തന്നെ നടത്തുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇപ്പോഴുള്ള കണക്കുകൾ പ്രകാരം NDA പറയുന്നത്, അതായത് ഏതെങ്കിലും തരത്തിലൊരു ജനഹിതം എതിരായാൽ പോലും തന്നെ 279 സീറ്റ് BJPക്ക് ഒറ്റയ്ക്ക് നേടാൻ സാധിക്കുമെന്നുള്ളതാണ് അവർ കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്. അതേസമയം ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ അവർ 300 മുകളിലേക്ക് സീറ്റുകൾ നേടുമ്പോൾ പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് 140 മുതൽ 160 സീറ്റുകൾ വരെ നേടും എന്നുള്ളൊരു വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. അത് തന്നെയാണ് മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ ഈ പറയുന്ന പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അതിന് ചില കണക്കുകൾ കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് പശ്ചിമ ബംഗാൾ, ഒപ്പം തന്നെ മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, കൂടാതെ തന്നെ ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ BJP ശക്തമായ തിരിച്ചടി ഇത്തവണ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അവർ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. കാരണം അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒഡീഷയെ സംബന്ധിച്ച് നവീൻ പട്നായിക്കുമായി ഒരു തുറന്ന പോരിലേക്ക് BJP നേതൃത്വം കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നവീൻ പട്നായിക്ക് ഇതുവരെയും NDAയുടെ ഭാഗമല്ല, ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ തന്നെ BJD കൃത്യമായി തന്നെ NDAയുടെ പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത്തവണയും അതേ രീതിയിൽ തന്നെ പോകും, അല്ലെങ്കിൽ NDAയുടെ ഭാഗമായി പോകുമെന്നുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒരു അഭ്യൂഹങ്ങളുണ്ടായിരുന്നു, ചില സൂചനകളുണ്ടായിരുന്നു എങ്കിൽ തന്നെ പക്ഷേ പിന്നീട് അത് അവർ തമ്മിലുള്ള ഒരു തുറന്ന പോരിലേക്ക് പോവുകയും ചെയ്യുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞൊരു വാചകമുണ്ടായിരുന്നു, അതായത് ഒരു തമിഴൻ നിങ്ങളെ മുഖ്യമന്ത്രിയായി ഭരിക്കുന്നത് നിങ്ങൾക്ക് വെച്ചു പൊറിക്കാനാകുമോ എന്നുള്ള ഒരു കാര്യമായിരുന്നു. അതായത് നവീൻ പട്നായിക്കിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള VS പാണ്ഡ്യൻ എന്ന നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു, BJDയുടെ നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പരാമർശം നടത്തുകയും ചെയ്തത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ BJP മുന്നോട്ട് വെക്കുന്ന ഒരു ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ ഒഡിയ സംസാരിക്കാൻ അറിയാവുന്ന ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് നൽകുമെന്നുള്ള ഒരു പരാമർശമായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിൽ അവിടെ ഒരു വിള്ളൽ നിൽക്കുന്നു. ഒപ്പം തന്നെ മഹാരാഷ്ട്ര
മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ 2 വർഷക്കാലമായി അവിടെ അരങ്ങേറിയിരുന്നത്. ആദ്യം ഉദയ് വിഭാഗത്തിന്റെ, അതായത് ശിവസേനയെ പിളർത്തിക്കൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തെ, ഏകനാഥ് ഷിൻഡെ അടക്കമുള്ള വിഭാഗത്തെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ അവിടെ ബി.ജെ.പിക്ക് സാധിക്കുകയും ചെയ്തു. പിന്നീട് ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ NCP-യെ പിളർത്തുന്നു. അവിടെ അജിത് പവാർ പക്ഷത്തെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ ബി.ജെ.പിക്ക് സാധിക്കുകയും ചെയ്തു. നമ്മോടൊപ്പം ശ്രീ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, പ്രൊഫസർ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇന്ന് ഇപ്പോൾ മല്ലികാർജുൻ ഖർഗെയുടെ ഒരു പ്രസ്താവനയാണ്. അതായത് ജൂൺ 4 ശേഷം നരേന്ദ്രമോദിയും അമിത്ഷായും ജോലിയില്ലാത്തവരായി മാറും, തൊഴിൽ രഹിതരായി മാറും എന്ന് പറയുകയാണ്. അപ്പോൾ അത്രത്തോളം പറയാനുള്ളൊരു ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിയുടെ നേതാവിന് ഉണ്ടാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതിന് മുൻപിലുള്ള 4-5 ലാപ്പുകളിലൊന്നും ഇത്ര ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പരാമർശം നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളൊക്കെ ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ അറ്റാക്ക് ഏറ്റെടുക്കുകയാണ് കോൺഗ്രസ്. അങ്ങനെ ആത്മവിശ്വാസം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുന്നത് എന്ത് സാഹചര്യത്തിലാണ്? ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം ഓരോ ഘട്ടമായി വർദ്ധിക്കുന്ന കാര്യമാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഒരു ഫേസിലേക്ക് പോകുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ തന്നെയാണ് ഇന്ത്യ മുന്നണി പോയത് എന്നതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആത്മവിശ്വാസത്തിന്റെ ഗ്രേഡ് ഒരു പടി കൂട്ടി. അതിനുശേഷം പിന്നീട് നടന്ന മിക്ക സംഭവങ്ങളിലും ബി.ജെ.പിക്കായിരുന്നു തിരിച്ചടി. ഈ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമം കർണാടകത്തിലും, കർഷക രോഷം വീണ്ടും തുടരുന്നത് വടക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന മേഖലകളിലും, അതുപോലെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയായി. മോദിയുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് ദേശീയ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ അത് മാത്രമല്ല രാജ്യസ്നേഹവുമായി അല്ലെങ്കിൽ ദേശീയതയുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ വിരുദ്ധത അല്ലെങ്കിൽ ചൈന വിരുദ്ധത മുതലായ കാര്യങ്ങൾ വലിയ തോതിൽ ദേശത്തെ ഇളക്കി മറിക്കുമ്പോഴാണ് സ്വാഭാവികമായി നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും ഒരു മേൽക്കൈ ഉണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണല്ലോ സംഭവിച്ചത്. ബാലാക്കോട്ട്, പുൽവാമ വിഷയങ്ങൾ വലിയ തോതിൽ രാജ്യത്ത് ചർച്ചയായപ്പോൾ പ്രാദേശിക വിഷയങ്ങൾ, മനുഷ്യന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഇഷ്യൂസ് ദാറ്റ് ടച്ചസ് ലൈഫ്, ഇതെല്ലാം പിന്നണിയിലേക്ക് പോയി. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെയുള്ള ഒരൊറ്റ സിംഗിൾ വിഷയം ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ കരുത്തെന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തിലാണ്. ഓരോ വളരെ വളരെ ദുർബലമായ ഒരു ദേശീയ പാർട്ടി കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ദുർബലമാണ്. അത് മുൻകാലത്തിന്റെ ഒരു നിഴൽ മാത്രമാണ് ഇപ്പോഴത്തെ കോൺഗ്രസ്. എന്നാൽ പ്രാദേശിക കക്ഷികൾ, തമിഴ്നാട്ടിലെ DMK ആയിക്കൊള്ളട്ടെ, ബംഗാളിലെ തൃണമൂൽ ആകട്ടെ, ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി ആകട്ടെ, ബീഹാറിലെ രാഷ്ട്രീയ ജനതാദൾ ആകട്ടെ, ഡൽഹി പഞ്ചാബ് മേഖലയിലെ ആം ആദ്മി പാർട്ടി ആകട്ടെ, മഹാരാഷ്ട്രയിലെ ശരത് പവാറിന്റെയും ഉദ്ധവ് താക്കറെയുടെയും പാർട്ടികളാകട്ടെ, അവരെല്ലാം അതത് നിർണായകമായ എന്നാൽ ബി.ജെ.പിയുടെ ഡൈനാമിക്സ് അങ്ങനെയല്ല. അതിശക്തമായ ദേശീയ പാർട്ടിയായി ബി.ജെ.പി നിൽക്കുകയാണ്. മറുപക്ഷത്തെ ബി.ജെ.പിയുടെ ഒപ്പമുള്ള ഒഴിച്ചുള്ള മറ്റെല്ലാ കക്ഷികളും ദുർബലമായ കക്ഷികളാണ്. അവർക്ക് ഒറ്റയ്ക്ക് ബി.ജെ.പിയുടെ ചിറകിലേറി മാത്രമേ നേട്ടമുണ്ടാക്കാനാവൂ. ഈ ഒരു ഡിവൈഡ് വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത്. കാരണം ദേശീയ വിഷയങ്ങളിൽ നിന്ന് മാറി പ്രാദേശിക വിഷയങ്ങൾ, അത് മാത്രമല്ല കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോ, ന്യായ പദ്ധതിയിൽ അധിഷ്ഠിതമായി ചർച്ച നടന്നു. കഴിഞ്ഞ പ്രാവശ്യമൊന്നും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ചർച്ചയായില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ 2 തലത്തിലുള്ള സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, ഇത് ചർച്ചയാക്കുന്നത് ജാതി രാഷ്ട്രീയത്തിനും ജാതി സെൻസസിനും വലിയ പങ്കുണ്ട്. അപ്പൊ റിസർവേഷൻ എന്നത് വലിയ തോതിൽ വിഷയമാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഒരുപക്ഷെ 370 എന്ന സീറ്റ് ബി.ജെ.പിക്കും 400 എന്ന സീറ്റ് NDAയ്ക്കും നേരത്തെ തന്നെ പ്രൊജക്ട് ചെയ്തത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു വിപത്തായി മാറി. കാരണം അത്രയും സീറ്റുകൾ യഥാർത്ഥത്തിൽ ലഭിക്കുകയാണെങ്കിൽ ദളിത് വിഭാഗത്തിനും ആദിവാസി വിഭാഗങ്ങൾക്കും OBC-കൾക്കും ലഭിക്കുന്ന സംവരണ തത്വം ഭരണഘടനാപരമായി തന്നെ അട്ടിമറിക്കപ്പെടുമോ? വർഗീയ ഭൂരിപക്ഷത്തിൽ അങ്ങനെ ഒരു സാഹസം പുതിയ സർക്കാർ ചെയ്യുമോ എന്ന ഒരു ആശങ്ക. അതാണ് ശ്രീ മോഹൻ വർഗീസ്. മറ്റു കാര്യം, ഈ താങ്കൾ ഈ വോട്ടിംഗ് പെർസെന്റേജുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. പക്ഷെ അതെങ്ങനെ ബി.ജെ.പിയുടെ വിജയ സാധ്യതയെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. കാരണം ബി.ജെ.പിയുടെ വോട്ടുകൾ സ്വാഭാവികമായും പോൾ ചെയ്യിക്കാനുള്ള സംവിധാനമൊക്കെ ഉള്ളൊരു പാർട്ടിയാണ്. അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ ബൂത്ത് സംവിധാനവും കേഡർമാരും ഒക്കെ ഉള്ളൊരു ആളുകളാണ്. അപ്പോൾ അവരുടെ വോട്ടുകൾ അവർ പോൾ ചെയ്യിപ്പിക്കും. ഒരുപക്ഷെ ആ വോട്ടുകൾ മാത്രം പോൾ ചെയ്യുകയും മറ്റ് വോട്ടുകൾ പോൾ ചെയ്യാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലം വന്നാലും ഈ വോട്ടിംഗ് ശതമാനത്തിലെ പ്രശ്നം ഉണ്ടാകാമല്ലോ. ശ്രീരഞ്ജിത്ത്, അത് കാണേണ്ടത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ബി.ജെ.പി പറയുന്നത് ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്,
ഒരു ദേശീയ തെരഞ്ഞെടുപ്പാകുമ്പോൾ ദേശീയ വിഷയങ്ങൾ, അപ്പൊ അത് ആവേശപൂർവ്വം മോദിയുടെ ഗ്യാരണ്ടി, ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. വികസനത്തിനൊരു വോട്ട്, 2047 വികസിത ഭാരതമാക്കി മാറ്റുന്ന ഭാരതത്തിനെ നയിക്കാനായി മോദിക്ക് ഒരു വട്ടം കൂടി വോട്ട് എന്ന് പറയുമ്പോൾ അതിനെ ഒരു പോസിറ്റീവ് വോട്ടാണ്. അത് വലിയ തോതിൽ ആളുകൾ പോളിംഗ് ബൂത്തിലെത്തി BJPക്ക് അനുകൂലമായി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും എന്ന പ്രതീക്ഷയാണ് ആ വലിയ ശതമാനത്തിൽ അവർ പ്രതീക്ഷിച്ചത്. യഥാർത്ഥത്തിൽ BJPയുടെ കണക്കുകളിൽ പോളിംഗ് ശതമാനം കൂടുമെന്ന് തന്നെയായിരുന്നു കണക്കുകൾ. പക്ഷേ ശ്രീ രഞ്ജിത്ത് പറഞ്ഞത് ശരിയാണ്, ആ ഒരു ആംഗിൾ നോക്കുമ്പോൾ ശരിയാണ്. കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ് BJP. ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടിക്ക് ആ കേഡറിന്റെ വോട്ട് പൂർണ്ണമായി കേഡറിലൂടെ എല്ലാ അവരുടെ പിന്തുണക്കാരുടെ അവസാന വോട്ടും പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ തക്ക ഘടനാപരമായ സംവിധാനമുണ്ട് എന്നത് സത്യം. ഇത് സംഭവിക്കണമെങ്കിൽ, അത് സമ്മതിച്ചു, പക്ഷേ സംഭവിക്കണമെങ്കിൽ BJPക്ക് കേഡർ സ്വഭാവം നിലനിർത്താനാവണം. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടെങ്കിലുമായി BJP ഒരു കേഡർ പാർട്ടിയിൽ നിന്നും മാസ് പാർട്ടിയിലേക്ക് മാറുകയാണ്. കോൺഗ്രസിസം BJPയെ ബാധിച്ചിരിക്കുന്നു. കാരണം കോൺഗ്രസ് ഒരു മാസ് പാർട്ടിയാണ്, ഒരു വികാരത്തിന്റെ പുറത്ത് മാത്രം നിൽക്കുന്ന നേതാക്കൾ കാണിക്കുന്ന ഒരു വികാരത്തിന്റെ പുറത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഒരുപാട് പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് എത്തിയ നേതാക്കൾ BJPയെ ഒരു മാസ് പാർട്ടിയാക്കി മാറ്റി. ആ മാസ് പാർട്ടിയുടെ ദൗർബല്യം പലപ്പോഴും മറികടക്കുന്നത് RSSന്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഓരോ പോളിംഗ് ബൂത്തിലേക്കും നിശ്ചിത എണ്ണം വോട്ടർമാരെ എത്തിക്കാൻ ഉള്ള സംവിധാനം. ഇപ്രാവശ്യം പ്രകടമായി RSS രംഗത്തില്ല. RSS അണിയറയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കെല്ലാം ഊഹിക്കാം, പക്ഷേ പ്രകടമായി RSS ഇല്ല. അത് മാത്രമല്ല BJP നേതാക്കളുടെയും RSS നേതാക്കളുടെയും പക്ഷത്തുനിന്നും പറയുകയുണ്ടായി, ഞങ്ങൾ രണ്ടും ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കുന്നു. സ്വയം സേവക് സംഘിന്റെ ഉദ്ദേശം രാഷ്ട്രീയ ഇതരമാണ്, സാമൂഹ്യ പ്രവർത്തനമാണ്. അവരത് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഞങ്ങൾക്ക് ഒരു സംഘടനാ സംവിധാനമുണ്ട്. BJP സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആരോഗ്യമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് RSSന് തണല് ആവശ്യമില്ല എന്ന രീതിയിലുള്ള പ്രസ്താവനകളും വന്നു. അത് എത്രത്തോളം RSS അവസാന നിമിഷമെങ്കിലും RSSന്റെ ശ്രമം ഉണ്ടാകുമോ ഏറെ ആളുകളെ, അനുഭാവികളെ വോട്ടെത്തിക്കാൻ എന്നത് സംശയമാണ്. അതാണ് പറയുന്നത്, പോളിംഗ് ശതമാനം കുറയുന്നത് അസ്വാഭാവികമായി സംഭവിച്ച ഒരു കാര്യമാണ്. അതിനെ ആഴതലങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ ചെറിയൊരു അംഗലാഭം BJP കൊണ്ടായിരിക്കണമല്ലോ നരേന്ദ്രമോദി തന്റെ പോൾ പിച്ച് മാറ്റിയത്. അദ്ദേഹത്തിന്റെ ഫോക്കസ് വികസന വിഷയങ്ങൾ മാത്രമായിരുന്നു ശ്രീ രഞ്ജിത്ത്. അതിനുശേഷം ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിലുള്ള സംശയം, മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള സംശയം പ്രകടിപ്പിക്കുന്നതായി, പിന്നീട് അതിശക്തമായ ന്യൂനപക്ഷ വിരോധം പറയുകയും ഭൂരിപക്ഷ വർഗീയത ഏകീകരണം, ഭൂരിപക്ഷ മതത്തിന്റെ വോട്ടിന്റെ ഏകീകരണം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയത് ഒരു പക്ഷേ ഈ ഒരു ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണോ എന്ന സംശയം പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നു. അതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഒരു നിർണായക ഘടകമാകാം എന്ന സന്ദേഹം ഞാനും പ്രകടിപ്പിക്കുന്നത്. തിരിച്ചു വരാം, ദയവായി തുടരുക സർ. ശ്രീ അനിൽ ബോസ് കൂടി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അനിൽ ബോസ്, കടന്നാക്രമിക്കുകയാണ് BJPയെ, NDAയെ, കോൺഗ്രസിന്റെ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. 4-ാം തീയതി കഴിഞ്ഞാൽ അമിത്ഷായ്ക്കും മോദിക്കും പണിയുണ്ടാവില്ല, തൊഴിൽ രഹിതരാകുമെന്ന് പറയുന്നു. കാറ്റുമാറി വീശുന്നുവെന്ന് ലാലു പ്രസാദ് യാദവും മമതാ ബാനർജിയും പറയുന്നു. അവസാന ഘട്ടത്തിൽ ഇത്രയധികം ആത്മവിശ്വാസം എവിടുന്നാണ് അനിൽ ബോസ്? അവസാന ഘട്ടത്തിൽ ആത്മവിശ്വാസമാണ് എന്നുള്ളത് ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ വിലയിരുത്തലാണ്. ഇത് തുടക്കത്തിൽ ഞങ്ങൾ ഇറങ്ങുന്ന മാർച്ച് മാസം 22-ാം തീയതി മുതൽ ഇങ്ങോട്ട് താങ്കളോട് തന്നെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്തവണ ഗതി മാറും. ഈ ഗതി മാറും എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ ആസൂത്രണം ചെയ്തിട്ടോ ഇന്ത്യ സഖ്യം ആസൂത്രണം ചെയ്തിട്ടോ അല്ല. കഴിഞ്ഞ 10 വർഷക്കാലം നാട്യങ്ങൾ കൊണ്ട് നാടിനെ നയിച്ച ഭരണാധികാരികൾ സാധാരണ ജനങ്ങളുടെ അരച്ചാൻ വയറിന്റെ പ്രശ്നം മറന്നു രഞ്ജിത്ത്. അതാണ് പ്രശ്നം. ഞങ്ങള് UPയിൽ പലയിടങ്ങളിലും പോയി. ഞാൻ ഇപ്പോഴുമുള്ളത് ഡൽഹിയിലാണ്, നാളെ UPയിൽ വാരണാസിയിൽ പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഹരിയാനയിലും പഞ്ചാബിലും അടക്കം തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും അടക്കം വിവിധ ഇടങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തു. ഈ യാത്ര ചെയ്ത് കാണുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പാർട്ടിക്കാരോടല്ല ഞാൻ പറയുന്നത്, സാധാരണക്കാരുണ്ട്. റിക്ഷ വലിക്കുന്നവർ, തട്ടുകട നടത്തുന്നവർ, വഴിയോരങ്ങളിൽ നിൽക്കുന്ന, പാടത്ത് പണിയെടുക്കുന്ന, പൊരിവെയിലിൽ നിൽക്കുകയാണ്, 47, 48, 49 ഡിഗ്രി ചൂടിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് രാഹുൽ ഗാന്ധിയോടുള്ളൊരു ഇഷ്ടമുണ്ട്. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു വളരെ കൃത്യമായി ശരിയുടെ പക്ഷം. പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിലക്കയറ്റം, വേറൊന്നുമല്ല. അവർക്ക് കോടാനുകോടി കള്ളപ്പണം കൊണ്ടുവരുന്നതും കൊടുക്കുന്നതും ഒക്കെ ഉള്ള പ്രഖ്യാപനങ്ങളോ, അല്ലെങ്കിൽ കന്യാകുമാരി പോയി താമസിരിക്കുന്നതോ, ഹിമാലയത്തിൽ പോയി താമസിരിക്കുന്നതോ, ഏതെങ്കിലും രാജ്യത്തെ, ഇതൊന്നും ജനങ്ങളുടെ പ്രശ്നമല്ലെന്ന്. അവന് പട്ടിണിയാണ്, അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളാണ്, തൊഴിലില്ലായ്മ. അപ്പൊ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായി ജനങ്ങൾ ചിന്തിക്കുന്നു. ഇവിടെ നിങ്ങൾ പറഞ്ഞത്, ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ കേട്ടത് RSSുമായി ബന്ധപ്പെട്ട വിഷയം.
വളരെ കൃത്യമായ നമുക്ക് കാണാൻ കഴിയും. പലയിടങ്ങളിലും RSSന്റെ അഭാവം, RSSനെ അവഗണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സേവനം വേണ്ട എന്ന് പറയാൻ കഴിയുന്ന മറ്റൊരു ധാർഷ്ട്യം. അപ്പൊ ഈ അധികാരം തലയ്ക്ക് പിടിച്ചിട്ട് ഒരു ഉന്മാദാവസ്ഥയിലാണ് ഭരണകൂടം. അപ്പൊ ഇവർ പറയുന്നതാണ്, ഇവരൊന്നോ രണ്ടോ ആളുകൾ പറയുന്നതാണ്. അതാണ് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടത്. ഇവിടെ ഒരു മാൽ പ്രാക്ടീസ് നടക്കാത്ത സാഹചര്യത്തിൽ സ്വതന്ത്രമായി, ശതമാനമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ കൃത്യമായി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ അനുകൂലികളല്ലെന്ന് കോൺഗ്രസോ ഇന്ത്യ സഖ്യത്തിലെ 28 പാർട്ടികളോ അല്ലാത്ത ആളുകളടക്കം നമുക്ക് വോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു രീതിയിലും നമ്മളോട് രാഷ്ട്രീയമായി യോജിക്കാൻ പാടില്ലെങ്കിൽ നിങ്ങൾ കേരളം മാത്രം എടുത്തു നോക്കിക്കോ. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ഒന്നിച്ചാണെങ്കിൽ പോലും കേരളത്തിൽ നമ്മൾ LDFനെതിരായ പോരാട്ടമാണ്. അവിടെ നിങ്ങൾ എടുത്തു നോക്കൂ, പല ബൂത്തുകളും എടുത്തു നോക്കുമ്പോൾ 10 മുതൽ 20 വരെ CPMന് കാലാകാലങ്ങളിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല പോളിംഗിൽ. അത് പലയിടങ്ങളിലും വ്യക്തമാണ്, പലയിടങ്ങളിലും നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായ കണക്ക് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ പറയുന്നതാണ് കണക്ക്, നിലവിൽ 116 സീറ്റാണ് ഇന്ത്യ സഖ്യത്തിന് നിലവിലുള്ളത്. അതിൽ സഖ്യകക്ഷികളും കോൺഗ്രസും കൂടി, കോൺഗ്രസ് മാത്രം, ഞങ്ങളുടെ ടാർഗറ്റ് മിനിമം 137ആണ്, അതിലെത്തുമോ എന്നറിയില്ല, അതിന് എത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും 52-ൽ നിന്ന് 137-ൽ എത്തുന്ന വർധന എത്തിയില്ലെങ്കിലും മിനിമം ഞങ്ങൾ 60 സീറ്റ് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട്, പ്രത്യേകിച്ച് മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന കൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾക്ക് 60 സീറ്റ് കടക്കാൻ കഴിയും. 60 സീറ്റ് കടക്കുമ്പോൾ ഞങ്ങൾ ആദ്യ റൗണ്ട് വിജയത്തിലെത്തുകയാണ്. 303 BJPയുടെ ഭൂരിപക്ഷം, ഒറ്റ പാർട്ടി എന്ന ഭൂരിപക്ഷം ഞങ്ങൾ തകർക്കുകയാണ്. അപ്പൊ തന്നെ പിന്നെ സഖ്യകക്ഷികൾ RJD ഉണ്ട്, നാഷണൽ കോൺഫറൻസ് ഉണ്ട്, PDP ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, സമാജ്വാദി പാർട്ടി ഉണ്ട്, NCP ഉണ്ട്, ശിവസേനയുണ്ട്. ഇവിടെ എല്ലാം DMK അടക്കമുള്ള ഓരോ പാർട്ടിക്കും അതാത് സംസ്ഥാനത്ത് കൃത്യമായ സംഘടനാ സംവിധാനമുണ്ട്. BJPയുടെ കേഡറുകളെക്കാൾ അതിജീവിക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കേഡറൊന്നുമല്ല, കോൺഗ്രസ് ഒരു പൊതുവികാരമാണ്. കോൺഗ്രസിൽ നിന്നായിരിക്കുമോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവുക, അതോ മറ്റു എന്നത് അല്ല ഞങ്ങളുടെ അജണ്ട. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കോൺഗ്രസുകാരനും ഈ രാജ്യത്തെ പൊതുസമൂഹവും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്നാണ്. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയെ അടുത്തറിയാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം അത്തരം ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്നതെന്ന് എനിക്ക് ഒരു ഘട്ടത്തിലും ബോധ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്രാ വേളയിൽ അദ്ദേഹത്തോട് ഇന്ററാക്ഷന് സമയം കിട്ടിയപ്പോൾ ഞാൻ ഇതിനെ സംബന്ധിച്ച് ചോദിച്ചതാണ്. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആകാത്തതിന്റെ, അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് ആകാമായിരുന്നല്ലോ, UPയിൽ 2ാം സമയം പ്രധാനമന്ത്രിയാകേണ്ട ഒരു ക്യാബിനറ്റ് മന്ത്രിയാകാമായിരുന്നല്ലോ. അപ്പൊ അതൊന്നും അദ്ദേഹത്തെ ഭ്രമിപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ബോധ്യപ്പെടാൻ 150 ദിവസം കൂടെ നടന്ന് രാജ്യത്ത് 4050 കിലോമീറ്റർ നടന്നപ്പോൾ 5 മാസം നടന്നപ്പോൾ ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ. ആ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് അദ്ദേഹത്തെ ഇതൊന്നും ഭ്രമിപ്പിക്കുന്നില്ല. അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയമാണ്. എന്നാൽ ഒരുപക്ഷെ ഇപ്പൊ ഏതൊരു കോൺഗ്രസ്സുകാരനും രാഹുൽ ഗാന്ധി ആകണം, ഇനി രാഹുൽ ഗാന്ധി ആകുന്നില്ല എങ്കിൽ മല്ലികാർജുൻ ഖാർഗെ ആകണം, അല്ലെങ്കിൽ മറ്റൊരാൾ വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ഞാൻ ഉറപ്പായി പറയാൻ ആഗ്രഹിക്കുന്നു, അതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു. ഒരു സർപ്രൈസ് പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും. തിരിച്ചു വരാം. സന്ദീപ് വാര്യരുണ്ട് ടെലിഫോൺ. സന്ദീപ് വാര്യർ, ഒരു സർപ്രൈസ് പ്രൈം മിനിസ്റ്റർ, അതും ഇന്ത്യ മുന്നണിയിൽ നിന്ന്. കാരണം അനിൽ ബോസ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിരവധി സാധാരണക്കാരുമായി സംസാരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായൊരു വികാരം വല്ലാത്തതിൽ വളർന്നിരിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും ഒടുവിൽ മല്ലികാർജുൻ ഖാർഗെ പോലും പറഞ്ഞു വെക്കുന്നത്, 4-ാം തീയതി കഴിയുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും തൊഴിൽ രഹിതരാകുമെന്നത്. അത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, സ്വപ്നത്തിന് ഈ നാട്ടിൽ GST ഇല്ലല്ലോ. അതുകൊണ്ട് അനിൽ ബോസിനും മല്ലികാർജുൻ ഖാർഗെക്കും ഒക്കെ ഏത് സ്വപ്നം വേണമെങ്കിലും കാണാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വപ്നം അവർക്ക് 4-ാം തീയതി വരെ കാണാം. പക്ഷെ 4-ാം തീയതി ഈ രാജ്യത്ത് ജനങ്ങൾ അവരെ ആ സ്വപ്നത്തിന് വിളിച്ചുണർത്തി കഴിയുന്ന സമയത്ത് ഇതുവരെ കണ്ടത് മുഴുവൻ സ്വപ്നമായിരുന്നുവെന്നും നരേന്ദ്രമോദി സർക്കാർ 3ാമതും അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് ബോധ്യപ്പെടും. ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട. ഈ രാജ്യത്ത് സാമാന്യ യുക്തിയുള്ള എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോ കോൺഗ്രസിന് അനുകൂലമായി, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പറയുന്ന ഈ നിരീക്ഷകരടക്കമുള്ള അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ പണ്ഡിറ്റുകൾ അടക്കമുള്ളവർ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി കൊടുക്കുന്ന ഡേറ്റകളിൽ പോലും BJPക്കും NDAക്കും ഒക്കെ 260ഉം 270ഉം BJPക്ക് മാത്രമായി പറയുന്നു. ഇവിടെ ഭരിക്കാൻ 272 മതി എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞങ്ങൾ 400 സീറ്റിന് വേണ്ടി മത്സരിക്കുന്നവരാണ്. 400 സീറ്റ് ലക്ഷ്യം വെച്ച് മത്സരിക്കുന്നു. പക്ഷെ 272ആണ് രാജ്യത്തെ ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഞങ്ങൾ 400 എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് കരുതിയിരിക്കുന്ന രാജ്യത്ത് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 400 സീറ്റാണ്. 399 ആയി കഴിഞ്ഞാൽ ഞങ്ങൾ BJPയെ പരാജയപ്പെടുത്തി, ഫയൽവാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കാമെന്നാണ് അവർ കരുതുന്നത്. ഈ യാഥാർത്ഥ്യബോധമുള്ള ആരും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നേയില്ല.
രാജ്യത്ത് കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറയാൻ പോവുകയാണ്. നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല. പഞ്ചാബിൽ ഇപ്പൊ 8 സീറ്റുള്ളതാണ്, അതിൽ 6 സീറ്റും അവർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. കോൺഗ്രസിന് ഒരു സ്ഥലത്തും അഡീഷണൽ ആയിട്ട് ഒരു സീറ്റ് പോലും കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. ഉത്തർപ്രദേശിൽ റായ്ബറേലിയിലടക്കം കോൺഗ്രസ് പരാജയപ്പെടാൻ പോവുകയാണ്. 40 സീറ്റിൽ താഴെയാവും കോൺഗ്രസിന്റെ എണ്ണമെന്ന് മമതാ ബാനർജി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസ് അതീവ ദുർബലമായിട്ടുള്ള ഒരു പാർട്ടിയായി മാറും. 4-ാം തീയതി കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടാവാൻ പോകുന്നത് നെഹ്റു കുടുംബമാണ്. നെഹ്റു കുടുംബം പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി ഇറ്റലിയിലേക്കോ ബാങ്കോക്കിലേക്കോ താമസം മാറേണ്ട അവസ്ഥയിലേക്ക്, ആ ഗതികേട്ടിലേക്ക് ആ കുടുംബം വരാൻ പോവുകയാണ്. ഒരു തർക്കവും വേണ്ട. ഈ നാട് ഇത്രയും കാലം ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കിയിട്ട നെഹ്റു കുടുംബത്തോട് അങ്ങേയറ്റത്തെ വെറുപ്പും അങ്ങേയറ്റത്തെ വിപ്രവൃത്തിയുമാണ് ഈ രാജ്യത്തെ വോട്ടർമാർക്കുള്ളതെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ നെഹ്റു ഭക്തന്മാർക്ക്, രാഹുൽ ഭക്തന്മാർക്കൊക്കെ മനസ്സിലാകും. ഈ പറയുന്ന ജോഡോ യാത്ര പോയ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് ഉപ്പ് വെച്ച കലം പോലെയാകും. കോൺഗ്രസിന് രാഹുൽ ഗാന്ധി അധികാരം ഭ്രമിപ്പിക്കുന്നില്ല എന്നൊക്കെ അവിടെ പറയുന്നത് കേട്ടോ. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചെന്താ, ഞാൻ ജനിച്ചു വീണതേ സിസ്റ്റത്തിനകത്തേക്കെന്നാണ്. അപ്പം മന്ത്രി ആയിട്ടില്ലെങ്കിൽ പോലും അതിലുപരിയായിട്ടുള്ള അധികാരങ്ങൾ മുഴുവൻ കൈവശം വയ്ക്കാൻ അധികാരം ഉണ്ടായിരുന്ന, അത്തരത്തിൽ കൈവശം വെച്ച് ആസ്വദിച്ചിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിയാണ്. ഒരു പൊതുപ്രവർത്തനാവുന്ന സമയത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറാകണം. അതിനൊന്നും തയ്യാറാകാതെ ഓരോ ഘട്ടങ്ങളിലും വിദേശ രാജ്യങ്ങളിലേക്ക് മുങ്ങുകയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഘട്ടങ്ങളിലൊക്കെ പാർലമെന്റിൽ പോലും ഹാജരാവാതിരിക്കുകയും വിദേശ രാഷ്ട്രങ്ങളിൽ ടൂർ പോവുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വ ശൂന്യമായിട്ടുള്ള, അല്ലെങ്കിൽ തീർത്തും നിരുത്തരവാദപരമായി പെരുമാറുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം രാജ്യത്തെ ജനങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? അദ്ദേഹം ഉത്തരേന്ത്യയിൽ പോയി ജനങ്ങളെ കണ്ടുവന്നത് നമ്മളും ഡൽഹിയിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. രാഹുൽ ഗാന്ധി അങ്ങനെ പല തവണയും അവസരമുണ്ടായിട്ടും ഒരു ക്യാബിനറ്റ് മന്ത്രി പോലും ആയില്ല എന്നൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ശ്രീ അനിൽ ബോസ് സന്ദീപ് വാര്യർ പറഞ്ഞത് കേട്ട് കാണും. കാരണം ഒരു തരത്തിലും ഈ ആത്മവിശ്വാസത്തിന്റെയൊക്കെ ആയുസ് 4-ാം തീയതി വരെയുള്ളൂ. 4-ാം തീയതിക്ക് ശേഷം കാര്യങ്ങൾ കാണാമെന്നാണ്. പക്ഷേ ഈ ചർച്ചകൾ നടക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ദേശീയ തലത്തിൽ ഇങ്ങനെയൊരു ചർച്ചയേ ഇല്ല. നരേന്ദ്രമോദി 3-ാം തവണ ഉറപ്പായും വരും. അതിനുള്ള കണക്കുകൾ അടക്കം അവതരിപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവർ. ഈ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ഈ 10-75 വർഷക്കാലത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ വിറ്റ രാഷ്ട്രീയ നേതാവ് ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയാണ്. സ്വപ്നങ്ങളുടെ വ്യാപാരി. അതിന് സംശയമൊന്നുമില്ല. സ്വപ്നം വിൽപ്പന മാത്രമേ ഉള്ളൂ. അതൊന്നും ഒരിക്കലും അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. അദ്ദേഹം പ്രതിവർഷം 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. 10 വർഷം കൊണ്ട് എത്ര പേർക്ക് കൊടുക്കണം? ഇപ്പോൾ സർക്കാർ സർവീസിൽ 30 ലക്ഷം റിട്ടയർമെന്റ് വേക്കൻസികൾ ഒഴിഞ്ഞു കിടന്നിട്ട് പോലും അതിൽ പോലും നിയമനം നടത്തിയിട്ടില്ലാത്ത മകാൻ. അതാണ് സ്വപ്നങ്ങൾ വിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയില്ല എന്ന് ഞങ്ങൾ പറയുന്ന കാര്യകാരണ സാധനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇവര് തെരഞ്ഞെടുപ്പ് ഗോദായിൽ എപ്പോഴും പറയുന്ന വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്നില്ല. രാജ്യത്ത് 17,000 റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. 1 ലക്ഷം കിലോമീറ്റർ റെയിൽവേ ലൈൻ ഉണ്ടാക്കിയ കോൺഗ്രസ് ആണ്. ഈ വന്ദേ ഭാരത് നിർമ്മിച്ച കോച്ച് ഫാക്ടറികൾ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. അപ്പൊ അങ്ങനെ രാജ്യത്തിന് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വികസന സ്വപ്നങ്ങൾ മാത്രമല്ല, അതെല്ലാം യാഥാർത്ഥ്യമാക്കി 10-60 വർഷക്കാരെ കൊണ്ട് ഈ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കിയ, പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ച് ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രാജ്യമാക്കിയ ബേസ് ഉണ്ടാക്കിയതാണ്. അല്ലാതെ 10 വർഷം കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിയതല്ല. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തതൊന്നും അല്ല. പറയാൻ വളരെ കഠിനാധ്വാനം ചെയ്ത് ദീർഘവീക്ഷണത്തോടുകൂടി ഭരണാധികാരികൾ കണ്ടെത്തിയതാ. രാഹുൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുക. എന്താ അദ്ദേഹം പറഞ്ഞ കാര്യം? താങ്കൾ തന്നെയാണോ അദ്ദേഹമാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം അധികാരത്തിന്റെ അകത്തളങ്ങളിലാണ് ജനിച്ചു. അതുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ, ഇന്ദിരാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ ഇതിന്റെ എല്ലാ സൗഭാഗ്യങ്ങൾ കുഞ്ഞുനാൾ മുതൽ അനുഭവിച്ചറിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇതൊന്നും അല്ലെന്നേ പ്രശ്നം. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു തല രാഷ്ട്രീയമാണ്. നിങ്ങൾക്കത് ബോധ്യപ്പെടും. നിങ്ങൾക്കത് താമസം വരാൻ ബോധ്യപ്പെടും. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഞാനൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളതിൽ ഒരു കോൺഗ്രസ് നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ സഖ്യകക്ഷികളായ പാർട്ടികൾക്കും അതൊക്കെ ആഗ്രഹിക്കാം. ഞാൻ ആധികാരികമായി ഉത്തമ ബോധ്യത്തോടെ പറയുന്നു. അതിനപ്പുറം ഇന്ത്യ സഖ്യത്തിന്റെ 28 പാർട്ടികൾക്കപ്പുറം ഒരുപക്ഷെ ഈ പാർലമെന്റിലോ അസംബ്ലിയിലോ ഇല്ലാത്തൊരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും. അതൊക്കെ ഞങ്ങളുടെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഞങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനം പ്രായോഗികമാക്കും. 4 കഴിഞ്ഞാൽ 3 ദിവസം കഴിയുമ്പോൾ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും. ആ പ്രഖ്യാപിക്കുന്ന പേരാരാണെന്ന് വരെ പരിഗണനയിലുണ്ട്. സന്ദീപ് വാര്യർ അൽബോസ് പ്രധാനമന്ത്രി ആരാണ് എന്ന് പോലും പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു സെക്കൻഡ് രഞ്ജിത്തെ, ഞാൻ പറയുന്നതിന് അർത്ഥം കോൺഗ്രസ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ തൃണമൂലിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആം ആദ്മിയുടെ പ്രധാനമന്ത്രി എന്നുള്ളതല്ല. രാജ്യത്തിന് ഗുണകരമായ ഒരു പ്രധാനമന്ത്രിയെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ കൊണ്ടായി വെക്കേണ്ടി വന്നാൽ പോലും
BJPയെയും ഈ ഭരണകൂടത്തെയും പുറത്താക്കാൻ ഞങ്ങൾ അത്തരം തീരുമാനങ്ങൾ എടുക്കും. അതിനെല്ലാവരും ഒറ്റക്കെട്ടാണ്. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കും, ഇന്ത്യ സഖ്യം യോജിക്കില്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി ആം ആദ്മി വോട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ദോഷം ചെയ്ത പാർട്ടിയല്ലേ ആം ആദ്മി? തിരിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് കണ്ടില്ലേ? CPM വോട്ട് ചെയ്യുന്നത് കണ്ടില്ലേ? എന്തിന് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ച് ആനി രാജ പോയി കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പം രാജ്യ രാഷ്ട്രീയം എന്താണ്, രാജ്യത്തെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് ഇന്ത്യയിലെ എല്ലാ കക്ഷികൾക്കും, വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളുള്ള പാർട്ടികൾക്ക് പോലും തോന്നിയിരിക്കുന്നു. പിന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരിൽ ഇത്രയും പരിശുദ്ധിയുള്ള, രാഷ്ട്രീയ സംശുദ്ധിയുള്ള, സുതാര്യതയുള്ള, സാധാരണത്വമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ രാജ്യം സന്ദീപ് വാര്യർ ഈ സർപ്രൈസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വരുമെന്ന കാര്യത്തിൽ അൽബോസിന് സംശയമില്ല. മറുവശത്ത് DMK ആകട്ടെ മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കണം എന്ന കാര്യത്തിൽ ചർച്ച തുടങ്ങുന്നു. മുസ്ലിം ലീഗിന്റെ ഉജാലിക്കുട്ടി ഉപപ്രധാനമന്ത്രി ആകുമെന്നവരുള്ള ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നു. അങ്ങനെ കുറച്ചുകൂടി തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് കുറച്ചുകൂടി കടത്തിയാണ് ഈ ചിന്തകൾ ഇന്ത്യ മുന്നണിയുടെ. ഒരുപക്ഷെ NDA പോലും ചിന്തിക്കാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ അവർ എത്തിക്കുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ അതീവ രസകരമാണ്. ഇവിടെ അനിൽ ബോസ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് ഈ മോദി സ്വപ്നങ്ങൾ വിൽക്കുന്നയാളാണെന്ന്. ശരിയാണ് സാർ, മോദി വിറ്റ സ്വപ്നങ്ങളൊക്കെ ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോ റെയിൽവേയുടെ കാര്യം പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ റെയിൽവേ നെറ്റ്വർക്കിന്റെ ആധുനികവൽക്കരണം എപ്പോഴാണ് നടന്നിട്ടുള്ളത്? 554 റെയിൽവേ സ്റ്റേഷനാണ് ഈ രാജ്യത്ത് റീഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് മുഴുവൻ എങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എങ്ങനെയുണ്ടായിരുന്നോ അതേപോലെയായിരുന്നു ഈ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലനിന്നിരുന്നത്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ റെയിൽവേ ട്രാക്കുകൾ നവീകരിക്കുന്നു, രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നു, എയർപോർട്ടുകൾക്ക് തുല്യമാക്കുന്നു. ഏകദേശം കോൺഗ്രസിന്റെ ഭരണകാലത്ത് സ്വാതന്ത്ര്യം കിട്ടി 2014 വരെയുള്ള കാലത്ത് 21,413 കിലോമീറ്ററുകൾ മാത്രമാണ് ഇലക്ട്രിഫൈ ചെയ്തിരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ മാത്രം നരേന്ദ്രമോദി സർക്കാർ അതിന്റെ ഇരട്ടിയിലധികം 40,000-ഓളം കിലോമീറ്റർ ട്രാക്ക് ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞു. ഇവിടെ 70,000 കിലോമീറ്റർ നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടുത്തെ കംപ്ലീറ്റ് മാൻ ലെവൽ ക്രോസിംഗ് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ഇല്ലാതാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ സിഗ്നലിംഗ് സംവിധാനം നന്നാക്കി. ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ 50-ലധികം ട്രെയിനുകൾ ഓടാൻ തുടങ്ങി. 3 ട്രെയിനുകൾ കേരളത്തിന് മാത്രം അനുവദിക്കപ്പെട്ടു. അപ്പൊ ഇങ്ങനെ വളരെ വലിയ ആധുനികവൽക്കരണം അടുത്ത 5 വർഷക്കാലത്തിലും രാജ്യത്തെ ഓടുന്ന റെയിൽവേ ബോഗികളിൽ പകുതി എണ്ണവും വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് ഉയർത്താൻ പോവുകയാണ്. അപ്പൊ അത്തരത്തിലൊരു ആധുനികവൽക്കരണം റെയിൽവേ കൊണ്ടുവരികയും റെയിൽവേയുടെ മുഖച്ഛായ മാറ്റി ചെയ്തിട്ടുണ്ട്. അത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. 2014 ശേഷം മൂക്കുപൊത്താതെ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി, ട്രെയിനുകളിൽ പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സാധാരണക്കാർക്ക് വരെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. പിന്നെ 18,000 ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. 2014 ശേഷം ഈ രാജ്യത്ത് വൈദ്യുതി കിട്ടാനുണ്ടായിരുന്ന 18,000-ലധികം ഗ്രാമങ്ങളിലേക്ക് വൈദ്യുതി എത്തിച്ചു കൊടുത്ത നരേന്ദ്രമോദി സർക്കാരാണ്. നിങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ടിന് ശേഷവും 18,000-ലധികം ഗ്രാമങ്ങളിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഞങ്ങളാണ് എത്തിച്ചു കൊടുത്തത്. ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് 2014 മുമ്പ് ഈ രാജ്യത്ത് പവർ ഡെഫിസിറ്റ് ആയിരുന്നു. ആവശ്യത്തിന് വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഇന്ന് പവർ സർപ്ലസ് ആണ്. വൈദ്യുതി കയറ്റുമതി ചെയ്യാവുന്ന സാഹചര്യമുള്ള രാജ്യമായി ഇന്ത്യ മാറി. ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യമാരത്തെ 30% കുടുംബങ്ങൾക്കാണ് സാർ ബാങ്ക് അക്കൗണ്ട് ഉള്ളത്. ഇന്ന് ഈ രാജ്യത്തെ 100% കുടുംബങ്ങളിലേക്ക് ബാങ്ക് അക്കൗണ്ട് എത്തി. അവരെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായി രാജ്യത്തെ നിയതമായ സാമ്പത്തിക വ്യവസ്ഥയിൽ അവരെ ഉൾപ്പെടുത്തി. അവർക്ക് ഇൻഷുറൻസ് പദ്ധതികൾ കൊടുത്തു. അവർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് കൊടുത്തു. ഈ രാജ്യത്തെ കോടിക്കണക്കിന് വീടുകളിലേക്ക് ശുദ്ധമായ കുടിവെള്ളം ടാപ്പിൽ എത്താൻ തുടങ്ങി. ജനങ്ങൾ കുടിവെള്ളം കിട്ടാൻ തുടങ്ങി. എന്താ രാജീവ് ഗാന്ധി അമേഠിയിൽ പോയി പ്രസംഗിച്ചത്? പണ്ട് കുടിവെള്ളം എന്ന് പറയുന്ന ഒരു പ്രയോറിറ്റി അല്ല, ജനങ്ങളുടെ പ്രയോറിറ്റി അല്ല എന്ന് പ്രസംഗിച്ച രാജീവ് ഗാന്ധിയുടെ വിഭിന്നനാണ് സർ നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് രാജ്യത്തെ കോടിക്കണക്കിന് കുടിവെള്ളം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഭരിക്കുന്ന 6 പതിറ്റാണ്ട് കാലം കൊണ്ട് ഈ രാജ്യത്ത് കൊടുത്ത് 9 കോടി ഗ്യാസ് കണക്ഷൻ ആണെങ്കിൽ 10 വർഷക്കാലം കൊണ്ട് 11 കോടി ജനങ്ങൾക്ക് ഞങ്ങൾ ഗ്യാസ് കണക്ഷൻ എത്തിച്ചു. രാജ്യത്തെ മിഡിൽ ക്ലാസ്സിനും ലോവർ ക്ലാസ്സിനും എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ കിട്ടി. ശുദ്ധമായിട്ടുള്ള പാചകവാത ഇന്ധനം കിട്ടാൻ തുടങ്ങി. ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് മരുന്ന് കിട്ടാൻ വേണ്ടി പ്രധാനമന്ത്രി ജനൌഷധിയിൽ പോയി കഴിഞ്ഞാൽ 3000 രൂപയുടെ മരുന്ന് 200 രൂപയ്ക്കും 300 രൂപയ്ക്കും കിട്ടും. അങ്ങനെ NDA സർക്കാർ രാഷ്ട്രീയ നേട്ടങ്ങൾ എണ്ണി പറയുകയാണ് സന്ദീപ് വാര്യർ. ഏതായാലും നന്ദി, സമയക്കുറവുണ്ട്, ഇടപെടുകയാണ് സന്ദീപ് വാര്യർ. ഒപ്പം അനിൽ ബോസ്, ശ്രീ മോഹൻ വർഗീസ് തുടരുന്നുണ്ട്. മോഹൻ വർഗീസ്, ഈ സന്ദീപ് വാര്യരൊക്കെ പറഞ്ഞു വെക്കുന്നത് BJP അടിസ്ഥാന തലത്തിൽ ഈ താഴെത്തട്ടിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ, അത് സ്ത്രീകളെ അടക്കം സ്വാധീനിച്ചുകൊണ്ട് ചെയ്ത പലവിധ കാര്യങ്ങൾ, അത് സ്വാഭാവികമായും സ്വാധീനിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ BJPയെ അധികാരത്തിന്റെ തുടർച്ച സമ്മാനിച്ചത് ഇത്തരം പദ്ധതികളാണ്. ഈ രണ്ടാം മോദി സർക്കാരും അത്തരം കാര്യങ്ങൾ ഒട്ടും പുറകോട്ടല്ല. അതൊക്കെയാണ് ഇവരുടെ പ്രതീക്ഷ. അത് തീർച്ചയായും അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. മൊത്തം സമ്മതിദായകരിൽ 50% സ്ത്രീകളാണ്. അതിനെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയായി എടുത്താൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ ടച്ച് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഭരണകൂടം എന്ന നിലയിൽ BJP എടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഏറ്റവും അധികം സംസ്ഥാനങ്ങളുടെ ഭരണം നിർവഹിക്കുന്നത് NDA മുഖ്യമന്ത്രിമാരാണ്. അതുപോലെ കേന്ദ്ര ഭരണം BJP നേതൃത്വം നൽകുന്ന സർക്കാരാണ്.
അവരുടെ എല്ലാം പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ലഭിക്കുന്ന ഒരു മേൽക്കൈയുണ്ട്. കാരണം ആ പദ്ധതികൾ ആവിഷ്കരിക്കാൻ മാത്രമല്ല അതിനെ പ്രചരിപ്പിക്കാനും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമ്പോൾ, ഉദാഹരണത്തിന് ഉജ്ജ്വല ഗ്യാസ് പദ്ധതി, ഇതെല്ലാം വലിയ തോതിലെ ജനങ്ങളുടെ ഈ വീട്ടമ്മമാരെ ടാർഗറ്റ് ചെയ്യുന്ന പദ്ധതിയാണ്. ഈ പ്രധാനമന്ത്രി ഈ ജൻധൻ യോജനയാകട്ടെ മറ്റെല്ലാ പദ്ധതികളും ബാങ്കിംഗ് രംഗത്തെ, അതുപോലെ പാചകവാതകം വിതരണ രംഗത്തെ, ജലസേചന രംഗത്തെ, ഇതെല്ലാം തന്നെ നേരിട്ട് അതിന്റെ ഗുണഭോക്താക്കളാകുന്ന സ്ത്രീകളാണ്. അങ്ങനെ സ്ത്രീകളുടെ മനസ്സിൽ, വനിതകളുടെ മനസ്സിൽ ഒരു വലിയ ഇടം നേടാൻ ഭരണകക്ഷിക്ക് കഴിയും. അത് ആ രീതിയിൽ താഴെ തട്ടിലേക്ക് വികസനത്തിന്റെ നന്മകൾ എത്തിച്ചാൽ അതൊരു പരിധിവരെ BJP ചെയ്തിട്ടുണ്ട് എന്നതാണ്. ആ ഗുഡ്വില്ലാണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ അതേ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് തന്നെയാണ് വനിതകൾ എന്ന അതേ ഒരു സെഗ്മെന്റിലേക്ക് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെയും പ്രകടന പത്രിക നീളുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ ന്യായബദ്ധത നീളുന്നത് അവർ കൊടുക്കുന്ന ഗ്യാരണ്ടികളും ഇതേ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ആ ഇമ്പാക്ട് ബാലൻസ് ചെയ്ത് നള്ളിഫൈ ചെയ്ത് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പ്രത്യേക കക്ഷിക്ക് മാത്രം ഒരു മേൽക്കൈ ഉണ്ടാകും. അതിനാൽ അങ്ങനത്തെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. നന്ദി ശ്രീ മോഹൻ വർഗീസ്, താങ്കളുടെ നിരീക്ഷണത്തിന്. ഏതായാലും ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ ഓരോ സമയത്തും ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന പുതിയ അവകാശവാദങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യപ്പെട്ടത്. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.